ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റി ആയാലും എല്ലാവർക്കും തിന്ന ടേസ്റ്റ് മാറാത്തൊരു ഫുഡായിട്ടാണ്. എന്താണെന്ന് വെച്ചാലേ തലശ്ശേരിത്തെ കക്കറൊട്ടിയാണ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തക്കാളി ഒരു 5 തക്കാളി എടുത്ത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1 കിലോ ബീഫ് വാഷ് ചെയ്തിട്ട് വെച്ചിരുന്നു. അപ്പോൾ സവാള ഒരു 4 സവാള എടുത്തിന്, ഒരു 5-6 പച്ചമുളക് എടുത്തിന്. എന്താ വെച്ചാൽ മുളകിൻ്റെ പൊടി ഇടുന്നത് കൊണ്ടാണ്. ഓക്കെ, പച്ചമുളക് കുറച്ചിട്ട് ഇടുന്നത്. അപ്പോൾ തക്കാളി ഇടാതില്ലേ, സവാള ഓൾറെഡി ഇട്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറം എന്താക്കുക, ബീഫ് അങ്ങ് ഇടുക. മീറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി പിടിപ്പിക്കുക. അതിൻ്റെ അപ്പുറം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത്. അപ്പോൾ അതുമൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. അപ്പോൾ കുക്കറിൽ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിൽ മാറ്റുന്നത്. എന്നിട്ട് മിക്സാക്കിയിട്ട് കുക്കറിൽ തന്നെ വെക്കൂ. അപ്പോൾ എനിക്ക് എപ്പോൾ ഇഷ്ടപ്പെട്ടുള്ള കുക്കറാണ് ഇത്. അപ്പോൾ 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടി, 1 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടി ഇട്ടിട്ട് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാനേ. അപ്പോൾ ഇട്ടിട്ട് കുറച്ച് ഇത്തിരി വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒഴിച്ചിട്ട്. അപ്പോൾ മുളകിൻ്റെ പൊടി മിക്സ് ആക്കില്ല എന്ന് വെച്ചാൽ കൈ എറിയുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് മീറ്റ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ടുള്ള പൊടിയൊക്കെ കുഴക്കുക. പത്തിരി പോലത്തെ ഉരുട്ടിയെടുക്കണമല്ലോ, അതിന് പൊടി കുഴക്കുക. അപ്പോൾ ഒരു മിക്സി ജാറിൽ കുറച്ച് സവാള കട്ട് ചെയ്തിട്ട്, അപ്പോൾ 2 സവാള ഉണ്ട്. അതെന്തായാലും ആവശ്യമാണ് സവാള. പിന്നെ പെരിഞ്ജീരകം എന്ന് പറയുന്നില്ലേ, അത് ഒരു 1.5 ടീസ്പൂൺ ഇടണം ഇട്ടിട്ട്. അപ്പോൾ അടുത്തുള്ളത് എന്താ വെച്ചാൽ തേങ്ങ, മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് തേങ്ങ ഇട്ടിട്ട്. അപ്പോൾ ഇത് കുറേ തേങ്ങ ഉണ്ട്, ചിരണ്ടിയിട്ട് 2 തേങ്ങ വെച്ചത്. അതിന് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്, ഇനിയും തേങ്ങേണ്ട ആവശ്യമുണ്ട്. അപ്പം നന്നായി ഫൈനായിട്ടുള്ള പേസ്റ്റായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് കാണുന്നില്ല നിങ്ങൾ. ഈ പേസ്റ്റ് എന്താക്കുക, അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനൊരു 3/4 കിലോന് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്താക്കുക, ഈ ഉപ്പ് ഇട്ട് മിക്സാക്കിയിട്ട് ഈ പേസ്റ്റിൽ അരച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് അത് ആ പൊടിയിൽ ഇട്ടിട്ട് അരിപ്പൊടിയായിട്ട് നന്നായിട്ട് മിക്സാക്കി കുഴച്ചെടുക്കുക. നല്ല ഇങ്ങനെ പൊടിയായിട്ട് ഉരുട്ടാൻ പറ്റിയ വിധത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അപ്പോൾ എന്താക്കാൻ ഞാൻ ഉരുട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നടുവിലൊരു ഹോൾസായിട്ട് അപ്പുറത്തേക്ക് കൈ വരുന്ന വിധത്തിലല്ല, ചെറുങ്ങനെ ഇങ്ങനെ നടുക്കൊരു പ്രസ് എടുത്തിട്ട് ഓക്കെ. ഇവിടെ വന്നതിന് ശേഷം ഇതെല്ലാം പഠിച്ചതാണ് ഞാൻ. അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ ഫൈനായിട്ട് കഴിച്ചു. അപ്പോൾ കുക്കറിൽ അപ്പം തന്നെ വിസിൽ വന്നു കണ്ടില്ല നിങ്ങൾ. ഇങ്ങനത്തെ പരുവത്തിലാണ് നമ്മളത്. അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കണം. അങ്ങനെ ആക്കിയിട്ട് അപ്പോൾ സ്റ്റീം ചെയ്തതിന് ശേഷം ആ വെച്ച സമയത്ത് ഞാൻ തേങ്ങ ഉണ്ടല്ലോ, ഈ കറിക്ക് വേണ്ടുള്ള തേങ്ങ, അതിന് പെരിഞ്ജീരകം ഇട്ട് മഞ്ഞളിൻ്റെ പൊടി കുറച്ച് ഇട്ട്, എന്നിട്ട് അങ്ങനെ മഞ്ഞളിൻ്റെ പൊടി ഇട്ട് മിക്സാക്കിയിട്ട്. അപ്പം നമ്മൾ ഇതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ, കൂടുതൽ വെള്ളം ഒഴിക്കരുത്, മിക്സിയിലിട്ട് അരച്ചിട്ട് എടുത്തിട്ട് വന്ന്. അപ്പോൾ ഇത് വെന്ത് വന്നിന്, ഇതാണ് അതിൻ്റെ പരുവോ. അപ്പോൾ അത് വന്നിട്ട് ഇതിന് വേണ്ട മിക്സാക്കാനുള്ള കറിയൊക്കെ റെഡിയാക്കണമല്ലോ. അങ്ങനെ ആ പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിന് ശേഷം കുറച്ച് RKG, ഇത് മെയിനായിട്ട് RKG വേണം. RKG എന്ന് വെച്ചാൽ മറ്റേ പശു നെയ്യാണല്ലോ, അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതിട്ട് വന്നിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് സവാള കട്ട് ചെയ്തത് അതിട്ട്, അതൊന്ന് പൊരിഞ്ഞ് വരുന്ന സമയത്ത് കരിവേപ്പില അതിലിട്ട്. അപ്പോൾ അടുത്തില്ലേ ഈ ബീഫ് നമ്മൾ കറി വെച്ചിട്ടുണ്ടല്ലോ, ആ മീറ്റ് അങ്ങനെ മസാല ഒപ്പരം അങ്ങനെ ചെരിഞ്ഞ് കൊടുക്കാൻ അതിൽ. അങ്ങനെ അത് അങ്ങനെ മിക്സാക്കിയിട്ട് അതൊന്ന് ഇതായി വരുന്ന സമയത്ത് കുറച്ച് ഗരം മസാല ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അങ്ങനെ അതൊക്കെ ഇട്ട് അപ്പോൾ അടുത്ത് നമ്മൾ ബീഫ് മസാലയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ബീഫ് മസാലയും കൂടി ഇട്ട് 2 ടീസ്പൂണാണ് ഇട്ടത്. അപ്പോൾ ഇട്ടിട്ട് മല്ലിയില കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും മിക്സാക്കി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി പൊടിപ്പിക്കുക. നന്നായിട്ട് മിക്സാക്കി കൊടുത്താൽ ഒക്കെ വെന്ത് വരുന്ന സമയത്താണ് നമ്മൾ ഈ തേങ്ങ ഉണ്ടല്ലോ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയും പേസ്റ്റൊക്കെ ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ. ഓക്കെ, അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തെളിച്ച് വരുന്ന സമയത്താണ് മറ്റത് നമുക്ക് ഇടേണ്ടത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ ലാംഗ്വേജിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാകും, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതെല്ലാം ശ്രമിക്കണേ. ഇത് കണ്ടില്ലേ, ഇത് റെഡിയായി. അതൊക്കെ അതിൽ ഇട്ട് കൊടുക്കണോ എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ അത് ഇട്ടിട്ടാണല്ലോ ഇത് മിക്സാക്കി എടുക്കുക. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സാക്കി തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷമാണ് അതിൻ്റെ ഒരു ഫൈൻ പരുവായിട്ട് വരുന്നത്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇപ്പോൾ കട്ടിയായി കിട്ടും. പിന്നെയല്ലേ എൻ്റെ വോയിസൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത്, എനിക്ക് നല്ല പനിയാണ്. 2-3 ദിവസമായി പനിച്ചിട്ട്, നല്ല പനി സമയത്താണ് ഇത് ഉണ്ടാക്കാൻ നിൽക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ എൻ്റെ മോനാണ് കഴിക്കുന്നത്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സബ്സ്ക്രൈബ് ചെയ്തേക്കേ.